മധ്യപൂർവേഷ്യയിലെ വെടിനിർത്തൽ ചർച്ചകൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നതിനിടെ മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി യു.എസ്. പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്നു. ഇറാനിയൻ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളിൽ നിന്ന് ഗൾഫ് സഖ്യകക്ഷികളെ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിനായി ഇറാനിയൻ ആസ്തികൾ തിരിച്ചുവിടുമെന്ന കാര്യം അമേരിക്ക പരിഗണിക്കുന്നുണ്ടെന്ന വിവരം പുറത്തുവരുന്നു. ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും മാത്രമല്ല പങ്കാളികൾക്ക് ഇതിനകമുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും ഈ ആസ്തികൾ ഉപയോഗിക്കാൻ നിർദ്ദേശം അനുവദിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന് സംഭവിച്ച മുൻകാല നാശനഷ്ടങ്ങളുടെ ചെലവ് വിലയിരുത്തുന്നതിനും ഇറാനിയൻ ആസ്തികൾ ആ ചെലവ് വഹിക്കാൻ ഉപയോഗിക്കുമോ എന്ന് പരിശോധിക്കുന്നതിനും യു.എസ്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ ഇറാനിയൻ ആസ്തികളാണ് പരിഗണനയിലുള്ളതെന്ന് ഉറവിടം വ്യക്തമാക്കിയിട്ടില്ല. എന്നിരുന്നാലും നിലവിൽ അമേരിക്ക മരവിപ്പിച്ചിരിക്കുന്ന ആസ്തികൾ മാത്രമല്ല ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കുവൈറ്റിനും ബഹ്റൈനുമെതിരായ ഇറാനിയൻ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് ഒരു ദിവസത്തിന് ശേഷമുള്ള ഈ നീക്കം ഇതിനകം തന്നെ ദുർബലമായ നയതന്ത്ര ശ്രമങ്ങൾക്ക് പുതിയൊരു പിരിമുറുക്കം സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ചും വാഷിംഗ്ടണുമായുള്ള വിശാലമായ ഒത്തുതീർപ്പിന്റെ ഭാഗമായി വിദേശത്ത് സൂക്ഷിച്ചിരുന്ന കോടിക്കണക്കിന് ഡോളർ ഇറാനിയൻ ഫണ്ടുകളിലേക്ക് പ്രവേശനം നൽകണമെന്ന് ടെഹ്റാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തുടർച്ചയായ വെടിനിർത്തൽ ഉണ്ടായിരുന്നിട്ടും അമേരിക്കയും ഇറാനും സൈനികമായി പരസ്പരം ഏറ്റുമുട്ടിയപ്പോഴാണ് സ്വത്ത് നിർദ്ദേശം ഉയർന്നുവന്നത്. ശനിയാഴ്ച പുലർച്ചെ ഗൊരുക്കിലെ ഇറാനിയൻ തീരദേശ റഡാർ സൗകര്യങ്ങളിലും ഹോർമൂസ് കടലിടുക്കിലെ കേഷം ദ്വീപിലും യു.എസ്. സൈന്യം ആക്രമണം നടത്തി. തന്ത്രപ്രധാനമായ ജലപാതയിലെ സമുദ്ര ഗതാഗതത്തിന് ഭീഷണിയായി കണക്കാക്കിയ ഇറാനിയൻ ഡ്രോണുകൾ തടഞ്ഞതിനെ തുടർന്നാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്ന് യു.എസ്. സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും യു.എസ്. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചത്. 7 ബാലിസ്റ്റിക് മിസൈലുകൾ ജനവാസ മേഖലകൾക്ക് മുകളിലൂടെ കടന്നുപോയതാകാം ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നും എന്നാൽ ആളപായമില്ലെന്നും കുവൈറ്റ് അധികൃതർ പറഞ്ഞു. ബഹ്റൈൻ മുന്നറിയിപ്പ് സൈറണുകൾ മുഴക്കുകയും താമസക്കാരെ അഭയം തേടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഫെബ്രുവരി 28-ന് ആക്രമണം ആരംഭിക്കുമ്പോൾ ഇറാന്റെ ഭരണകൂടം അതിവേഗം തകർന്നു വീഴുമെന്നായിരുന്നു പലരുടെയും പ്രവചനങ്ങൾ. എന്നാൽ കാലത്തിന്റെ കണക്കു പുസ്തകത്തിൽ കാര്യങ്ങൾ മറിച്ചാണ് സംഭവിച്ചത്. 100 ദിവസങ്ങൾക്കിപ്പുറം നോക്കുമ്പോൾ യുദ്ധത്തിലെ പ്രധാന വിജയികളിലൊന്നായി ഇറാന്റെ ഭരണകൂടം തന്നെ മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നാവിക കേന്ദ്രങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ഭരണകൂടം സുരക്ഷിതമായി തന്നെ തുടരുന്നു. അമേരിക്ക ഏപ്രിൽ 13 മുതൽ ഇറാന്റെ തുറമുഖങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇറാൻ അത് അതിജീവിച്ചു. ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം എന്നത് ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകൾ അവരുടെ കൈപ്പിടിയിലൊതുക്കിയിരിക്കുകയാണ്. യുദ്ധത്തിന് മുൻപ് ദിവസേന ശരാശരി 100 കപ്പലുകൾ സുഗമമായി കടന്നുപോയിരുന്ന ഈ സമുദ്രപാതയിൽ ഇപ്പോൾ പ്രതിദിനം വെറും 7 കപ്പലുകൾ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഈയൊരു തന്ത്രപ്രധാനമായ ഉപരോധം വഴി ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും വലിയ സാമ്പത്തിക പ്രഹരം ഏൽപ്പിക്കാൻ ഇറാന് സാധിച്ചു. കൂടാതെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് തങ്ങളുടെ കേന്ദ്രങ്ങളിലെ പരിശോധനകൾക്കുള്ള അനുമതി പരിമിതപ്പെടുത്തിയതിലൂടെ ആണവ പദ്ധതികൾക്ക് മേലുള്ള ബാഹ്യ ഇടപെടലുകൾ കുറയ്ക്കാനും ഇറാന് മിസൈലുകൾ അയച്ചുകൊണ്ടും ഹോർമൂസ് കടലിടുക്കിൽ ഡ്രോണുകൾ വിന്യസിച്ചുകൊണ്ടും മേഖലയിൽ തങ്ങളുടെ ഭീഷണി നിലനിർത്താൻ അവർക്ക് ഇപ്പോഴും കഴിയുന്നുണ്ട്. യുദ്ധം 100 ദിനങ്ങൾ പിന്നിടുമ്പോഴും സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടില്ല. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി ഉന്നതതല സന്ദേശങ്ങളുമായി ടെഹ്റാനിൽ എത്തുമ്പോഴും ഒരു യഥാർത്ഥ സമാധാന കരാറിന് ഇനിയും കടമ്പകളേറെയുണ്ട്. ഇറാൻ തങ്ങളുടെ ഭരണകൂടത്തിന്റെ സുരക്ഷയും ആണവ അഭിലാഷങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ കാത്തുസൂക്ഷിക്കുമ്പോൾ അമേരിക്ക സാങ്കേതിക വിദ്യയിലൂന്നിയുള്ള തങ്ങളുടെ സാമ്പത്തിക മേൽക്കൈ നിലനിർത്തുന്നു. ഇസ്രായേൽ തങ്ങളുടെ അതിർത്തികൾക്ക് പുറത്ത് നിയന്ത്രണം സ്ഥാപിക്കുമ്പോഴും സമാധാനമില്ലാതെ ഉഴലുകയാണ്. ഒടുവിൽ തകർന്നടിഞ്ഞ വീടുകൾക്കും ചിതറിത്തെറിച്ച ജീവിതങ്ങൾക്കും നടുവിൽ നിന്ന് നോക്കുമ്പോൾ വിജയികളും പരാജിതരുമില്ലാത്ത മാനവികതയുടെ തന്നെ പരാജയമായാണ് ഈ യുദ്ധവും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.